മലപ്പുറം പൊന്നാനിയിൽ പ്രവാസിയുടെ വീട് കുത്തിത്തുറന്ന് 350 പവൻ സ്വർണം കവർന്ന കേസിൽ 3 പ്രതികൾ പിടിയിലായിരിക്കുന്നു. പൊന്നാനി സ്വദേശികളായ സുഹൈൽ, നാസർ, പാലക്കാട് സ്വദേശി മനോജ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ഏപ്രിൽ 13-നാണ് കവർച്ചാ വിവരം പുറത്തറിഞ്ഞത്. മുബഷീർ പി അക്ബർ നൽകും വിശദാംശങ്ങൾ. മുബഷീർ, എന്താണ് ഈ കേസ്? എപ്പോഴാണ് പ്രതികൾ പിടിയിലായത്? ശ്രുതി, കഴിഞ്ഞ ഏപ്രിൽ 13-നാണ് ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. CCTV ദൃശ്യങ്ങളൊന്നും തന്നെ ലഭിക്കാതിരിക്കാൻ ഈ സംഭവത്തിന് ശേഷം മോഷ്ടാക്കളായിട്ടുള്ള വ്യക്തികൾ അവയുൾപ്പെടെ കവർച്ച നടത്തിക്കൊണ്ടായിരുന്നു അതിവിദഗ്ധമായി ഈ ഒരു മോഷണം ആ ഒരു മേഖലയിൽ നടത്തുന്നത്. പൊന്നാനിയിലെ ഐശ്വര്യ തിയേറ്ററിന് സമീപത്തെ മണൽത്തറയിൽ രാജീവിന്റെ വീട്ടിലാണ് വലിയ രീതിയിലുള്ള ഒരു മോഷണം നടന്നിരുന്നത്. അന്ന് രാജീവും കുടുംബവും വിദേശത്തായിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്നത്. വീട് വൃത്തിയാക്കാനെത്തിയ ജോലിക്കാരിയായിരുന്നു. ഈ വീട്ടിൽ നിന്നും ഏകദേശം 350 പവനോളം സ്വർണവും 2 കോടിയോളം രൂപയും മോഷണം പോയ വിവരം ആദ്യഘട്ടത്തിൽ അറിഞ്ഞു. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. വീടിന്റെ പുറകുവശത്തെ ഗ്രിൽ തകർത്താണ് മോഷ്ടാക്കൾ വീടിനുള്ളിൽ കയറിയിരുന്നത്. അതായത് വീട്ടിൽ ആരുമില്ലാത്ത സമയം അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറി മോഷ്ടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ജോലിക്കാരി വഴി അറിഞ്ഞ വിവരം പോലീസ് മനസ്സിലാക്കി. പിന്നീട് പോലീസ് എത്തി അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് മാസങ്ങൾക്കിപ്പുറം സംഭവവുമായി ബന്ധപ്പെട്ട് 3 പ്രതികളെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. പൊന്നാനി സ്വദേശികളായിട്ടുള്ള സുഹൈൽ, അതുപോലെ തന്നെ നാസർ, പാലക്കാട് സ്വദേശി മനോജ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. സ്വർണവും പണവും കണ്ടെടുക്കാനുള്ള ശ്രമം പോലീസ് ഇപ്പോൾ തുടരുകയാണ്. ഇപ്പോൾ പിടിയിലായിട്ടുള്ള പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ ആളുകൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളായിട്ടുണ്ടെന്നാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 350ഓളം പവൻ സ്വർണം കവർച്ച നടത്തിയ ഒരു സംഭവം വലിയ ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു. ആ രീതിയിൽ തന്നെ ചർച്ചയായ ഒരു പശ്ചാത്തലത്തിൽ വിശദമായ ഒരു അന്വേഷണ സംഘത്തെ ഈ ഒരു കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി തന്നെ ഏൽപ്പിച്ചിരുന്നു. അതിവിദഗ്ധമായ അന്വേഷണത്തിലൂടെ CCTVകളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തോടു കൂടിയാണ് മാസങ്ങൾക്കിപ്പുറം ഈ ഒരു സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിലവിൽ പിടിയിലായിരിക്കുന്ന വ്യക്തികൾ കേസുമായി നേരിട്ട് ബന്ധമുള്ള വ്യക്തികളാണെന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതായത് ഈ വീട്ടിൽ, രാജീവിന്റെ വീട്ടിൽ ആളില്ലാത്ത സമയം നോക്കി തൊട്ടടുത്ത മേഖലകളിലൊന്നും തന്നെ ആളുകളില്ല എന്ന് ഉറപ്പുവരുത്തി ആസൂത്രിതമായ ഒരു മോഷണം നടത്തുന്നതിന് വേണ്ടി നേരിട്ട് പങ്കുവഹിച്ച വ്യക്തികൾ വീട്ടിനുള്ളിലേക്ക് കയറി വീട് കുത്തിത്തുറന്ന് ഗ്രിൽ തകർത്ത് അതിനുള്ളിലേക്ക് പ്രവേശിച്ച് ഇത്രയധികം സ്വർണവും പണവും കവർന്ന സംഭവത്തിൽ നേരിട്ട് പങ്കുള്ള വ്യക്തികളാണ് ഈ ഒരു പ്രതികൾ എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ കൂടാതെ ഇനിയും ഈ ഒരു സംഭവത്തിൽ പ്രതികൾ പിടിയിലാകാനുണ്ട് എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നാളെ വിശദമായ ഒരു വാർത്താ സമ്മേളനം മലപ്പുറം ജില്ലാ പോലീസ് മേധാവി തിരൂരിൽ വിളിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ കൂടുതൽ വിവരങ്ങൾ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിടുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ പശ്ചാത്തലമൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. അതായത് മോഷണ പശ്ചാത്തലമുള്ള വ്യക്തികളാണ്. ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് ഇവരിൽ സംശയമുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒരു സംഭവത്തിന് പിന്നാലെ പ്രതികളായിട്ടുള്ള വ്യക്തികൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പിന്നീട് അവർ മുങ്ങുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെയുണ്ടായി. എന്തായാലും വിദഗ്ധമായ ഒരു അന്വേഷണത്തിലൂടെ പോലീസ് ഈ ഒരു സംഘത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി കണ്ടെടുക്കേണ്ടത് ആ ഒരു വീട്ടിൽ നിന്നും കവർച്ച ചെയ്യപ്പെട്ട സ്വർണവും അതുപോലെ തന്നെ പണവുമാണ്. അതെവിടെയാണെന്നുള്ള കാര്യത്തിൽ പ്രതികൾ തന്നെയാണ് വിവരം നൽകേണ്ടത്. അവർ പരസ്പര ബന്ധമില്ലാത്ത രീതിയിലാണ് ഇക്കാര്യത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദമായ ഒരു അന്വേഷണത്തിലൂടെ അവ കണ്ടെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രുതി.